എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സ്പൈസി മസാല കൊഴുക്കട്ടയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വറുത്ത ചെമ്പാപ്പുട്ടിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എടുക്കുകയാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളം. ഇത് പച്ചവെള്ളമാണ്, ചൂടാക്കിയതല്ല. ഇത്രയും ഒഴിച്ച് ആദ്യം ഒന്ന് കലക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് കലക്കി നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ ആദ്യം ഒന്ന് കലക്കി ഒന്ന് വെച്ചേച്ച് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ്, കൊഴുക്കട്ടയ്ക്ക് ആവശ്യത്തിനുള്ളത് 1/2 തൊട്ട് 3/4 ടീസ്പൂൺ നമ്മൾ നോക്കുക, ടേസ്റ്റ് ചെയ്തൊന്ന് കലക്കി വെച്ച് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി തുടങ്ങിയാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് അരിപ്പൊടി അല്ലാതെ അരി കുതിർത്ത് അരച്ച് അങ്ങനെയും ചെയ്യാം. അത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പം എളുപ്പമായി ഇതായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചൂട് ആക്കി ഇത് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് കുറുകും. അങ്ങനെ കുറുകി തുടങ്ങി. ഇതൊന്ന് കട്ടിയാവണം. ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച മാവ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ. ഞാൻ കയ്യിൽ അല്പം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വീതം എടുത്തൊന്ന് ഉരുട്ടി കൊടുക്കാം. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ എണ്ണ തടവിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി മാറ്റി വെക്കുക. അങ്ങനെ ഞാൻ ഈ പ്ലേറ്റിൽ കൊഴുക്കട്ടയ്ക്കുള്ളതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ചെറിയ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പം 5 മിനിറ്റുള്ളിലായി. വെള്ളം ചൂടായി കിടക്കുകയാണ്. എണ്ണ തടവിയിട്ടുണ്ട് തട്ടിൽ. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് അമക്കും ഒന്നും ചെയ്യരുത്. ആവി കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാവും. എന്നിട്ട് വേണം നമുക്കതിനെ മസാല കൊഴുക്കട്ടയാക്കാൻ. ഏകദേശം ഒരു 5-10 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ കൊഴുക്കട്ടകളെല്ലാം നിരത്തി കഴിഞ്ഞു. ഇനി അടയ്ക്കാൻ പോവാണ്.
സ്പൈസി കൊഴുക്കട്ടയുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 15 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 അല്ലി വെളുത്തുള്ളി, 7 വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. ഒരു നുള്ള് ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം. അപ്പം അതിൽ പിടിച്ചിരിക്കുമല്ലോ മസാലയിൽ. ഇനി കൊഴുക്കട്ട ആവട്ടെ, എന്നിട്ട് ബാക്കി നമുക്കത് ചെയ്യാം. നമുക്കിനി ഇത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കൊഴുക്കട്ടകളൊക്കെ ഒന്ന് ആറി തുടങ്ങി. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുക. നല്ല ചൂടുണ്ട്. ഇനി ഈ എടുത്തു വച്ചിരിക്കുന്ന കൊഴുക്കട്ടയിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഈ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കൊഴുക്കട്ടകളെല്ലാം പൊതിഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോകരുത്. ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രമാത്രം സ്പൈസി ആയിരിക്കും എന്നുള്ളത്. പിന്നെ ആ വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ടേസ്റ്റ് നല്ലപോലെ ഇതിൽ പുറത്തിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കും. ഇനി നമ്മളിതൊന്ന് ഉലർത്തിയെടുക്കുന്ന പോലെ, അതായത് കടുകൊക്കെ താളിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടായി കിടക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനോടൊപ്പം തന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഈ മസാലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ കൊഴുക്കട്ടയും ഈ മസാല എല്ലാം കൂടെ കിടന്ന് ഒന്ന് മുരിഞ്ഞു വരണം ചെറുതായിട്ട്. നല്ല മണം വരും ഇതെല്ലാം മൂക്കുന്നതിൻ്റെ. അത് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. അങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് കൊഴുക്കട്ടയൊക്കെ ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. മസാലയുടെ മൂത്ത മണം വരുമ്പോൾ നമുക്കത് നമ്മുടെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അതിനെ എത്ര നേരം മൂപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പൈസി മസാല കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈൽ. ബൈ.